കൂട്ടുകാരെ, ഇതാണ് അനീഷത്ത. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ബെല്ലാത്ത ജാതി ധീരവനിത. എന്റെ നാടായ തളിക്കുളത്തുകാരി. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച ഈ സഹോദരി തന്റെ വിധിയോട് തോൽക്കാൻ തയ്യാറായില്ല. പ്രയാസങ്ങൾക്കിടയിലും കഷ്ടപ്പെട്ട് പഠിച്ച് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ കേരളത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളൂ. 6ലേക്ക് ജയിച്ചെങ്കിലും അവിടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം പിന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ വയ്യാത്ത മസ്കുലർ ഡിസ്ട്രോഫി സമക്കാർക്കായിട്ടുള്ള സംഘടനയിൽ മൈൻഡ് ട്രസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം അതിൽ ജോയിൻ ചെയ്തപ്പോഴാണ് തുല്യതനെ കുറിച്ച് അറിയുന്നത്. അപ്പം അതിലെ ടീച്ചർമാർ എനിക്ക് ക്ലാസ് എടുത്തു തന്നു, ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു തന്നു. അങ്ങനെയാണ് 7ാം ക്ലാസ്സിൽ ഞാൻ തുല്യത എഴുതാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. പഠിപ്പിക്ക് വീണ്ടും വന്നത് അങ്ങനെയാണ്. പിന്നെ 10ാം ക്ലാസ് എഴുതി ഉന്നത വിജയം നേടി. ഇനി മുന്നോട്ട് പഠിക്കണമെന്ന് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടോ? പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോ 7ഉം 10ഉം എഴുതിയത് വീട്ടിലിരുന്നിട്ടാ. അതിന് പ്രത്യേക അനുമതി എനിക്ക് മേടിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ഇനിയും അതുപോലെ ഒരു അനുവാദം കിട്ടുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്കെന്ന് വെച്ചാല് വീട്ടിലിരുന്ന് എഴുതാനുള്ളൊരു ഞാൻ കൊടുത്തത് എനിക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. വീൽ ചെയറിലായാലും മതി നേരം ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വീട്ടിൽ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം ആരംഭിച്ചത്, വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാനായിട്ട്. അനീഷത്തയുടെ ആ വിജയത്തില് സന്തോഷത്തിന് ഞങ്ങളൊരു ഗിഫ്റ്റ് ഉണ്ട്. കിഴക്കേക്കോട്ടയുള്ള ഫ്രാഗ്രൻസ് ഫാക്ടറി എന്ന ഷോപ്പ് നൽകുന്ന ഒരു പെർഫ്യൂമാണ് സജീർ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരിക്കയാണ് നൽകുന്നത്.